ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നതാ വീണ്ടും ചക്കപ്പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ശരിക്കും പറഞ്ഞൊരു കണ്ടിന്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചക്കയൊക്കെ ഇതാ ഇവിടെ ഞാനും ചേട്ടനും കൂടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തതാ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളർത്താനുള്ളതാണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഈ ചക്കേനെ കട്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി ഇത് നീക്കി വെച്ചു. അത് നമുക്ക് എടുത്ത് ഉപ്പേരി ഉണ്ടാക്കണം, ഒലത്തണം. പിന്നെ ഇവിടെ പഴുത്ത ചക്ക ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. പഴുത്ത ചക്കേനെ അതാ കുരുവൊക്കെ കളഞ്ഞ് ഈ രീതിയിൽ പ്ലേറ്റിലെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കറണ്ടില്ല. കറണ്ട് വന്നിട്ട് വേണം എനിക്കിത് മിക്സി ഇട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് എനിക്ക് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തിട്ട് വേണം എനിക്കിത് ഈ പഴുത്ത ചക്ക കുറച്ചുള്ളെങ്കിൽ ഇത് വെച്ച് അലുവ ഉണ്ടാക്കാനൊരു ഭയങ്കര മോഹം. കുറേ നാളായി ചക്കലുവ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത്തിരി ഉള്ളെങ്കിലും പിന്നെ ചക്കലുവ ആക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല മധുരമുള്ള എന്താ പറയുക, കൂഴച്ചക്ക എന്ന് പറയാം കേട്ടോ. ഇതിനെ കൂഴച്ചക്കയാണിത്. അപ്പോൾ നല്ല മധുരമുണ്ട്, നല്ല അടിപൊളി മധുരം. എന്നാലും നമ്മൾ ചക്കലുവ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്ലാക്കിഷ് കളർ വേണ്ടേ, ഒരു ബ്രൗൺ ബ്ലാക്കിഷ് കളർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തായാലും കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി അതിലത്തെ കരടൊക്കെ ഒന്ന് അരിച്ച് കളഞ്ഞ് ഉരുളിയിൽ നമ്മുടെ ശർക്കര അലുവേന ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരച്ചൊക്കെ എടുക്കട്ടെ. കറണ്ട് വന്ന സ്ഥിതിക്ക് വേഗത്തിൽ അരയ്ക്കണം. അതാണ് നമ്മൾ മിക്സിയിൽ ഈ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ. അപ്പോൾ നമുക്ക് അലുവ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേമാതിരി ബാക്കി ഇവിടെ അതേ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഒരു 2 ട്രിപ്പായിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റായിട്ട്. എന്നിട്ടാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചക്ക മുഴുവൻ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി അരച്ചത് കട്ടയൊന്നുമില്ലാതെ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പണി ഞാൻ ചെയ്യുന്ന മെത്തേഡായിട്ട് ഇതൊക്കെ. ഫസ്റ്റ് പണി ഞാൻ ഒരു കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഉരുളിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു. ഈ ഫ്ലെയിമൊക്കെ ഒന്ന് നന്നായി കുറച്ചിട്ടിട്ട് എന്താ ഈ കശുവണ്ടി ആദ്യം ഒന്ന് വറുത്ത് കോരിയെടുക്കണം. കശുവണ്ടി ഞാൻ ഒരു ചെറുതായിട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കശുവണ്ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ക്യാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിന് നമുക്കൊന്ന് ചെറിയ ചൂടാക്കി കോരി മാറ്റാം. അപ്പോൾ ഇത്രയും മതി. ഞാനിത് കോരി മാറ്റണം, അല്ലെങ്കിൽ ഇനി ഓവർ കരിഞ്ഞു പോകും. കാരണം നല്ല ചൂടുള്ള ഉരുളിയാണ്. നമ്മളിതൊക്കെ ചക്കയുടെ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ കാഷ്യൂ ഒക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീക്കി വെച്ചിട്ട് ചക്ക ഇതിലേക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത്രയും ചക്ക മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കി കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പകുതി പോലും കാണില്ല. പിന്നെ ഇവിടെ ഞാൻ എന്താ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കരടും കരിയൊന്നും അങ്ങനെ കരിയായിട്ടുണ്ടായില്ല, എന്നാലും നമ്മുടെ ഒരു ധൈര്യത്തിന് അരിച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇങ്ങനെ ചക്കേനെ നമുക്ക് കുറേ നേരിട്ട് വരട്ടി 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 എടുക്കണം. ചക്കയൊക്കെ വെന്ത് വരുന്നവരെ നമുക്ക് വരട്ടിയെടുക്കാം. പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും ഇനി ഇടയ്ക്കുമ്പോഴേക്കും. അപ്പോൾ നീങ്ങിയില്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. നമ്മൾ എന്തായാലും ഒത്തിരി നാളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ചക്കലും ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഒപ്പം തന്നെ മറ്റു ടീച്ചേഴ്സിനൊക്കെ ചക്ക കിട്ടിയത്, അവരൊക്കെ വേവിക്കയത്. ഇപ്പം ഇന്ന് കിട്ടിയ ചക്ക ഞങ്ങൾ വേവിക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ. ഇതൊന്നും അന്ന് അടുത്ത ദിവസം കിട്ടിയപ്പോൾ പഴുത്ത ചക്ക തിന്നാനുള്ള കൊതിക്കൊന്ന് വെച്ചതാണ്. എന്തായാലും നല്ലതാണ്, സൂപ്പർ. പഴുത്ത് തിന്നാനും നല്ലതാണ്, അലുവ ഉണ്ടാക്കി വയ്ക്കാനും നല്ലതാണ്. ഇവിടെ ശർക്കര വരട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ശർക്കര പാനിയൊക്കെ ഒഴിച്ചു. പിന്നെ എൻ്റെ കൈമേലത്തെ കെട്ടൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് ഞാൻ കൈമേലത്തിൽ തെറിച്ച് വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈമേലേക്കൊക്കെ തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു തുണി കഷ്ണമൊക്കെ വെച്ച് റബ്ബർ ബാൻഡൊക്കെ ചുറ്റി ഇങ്ങനെ സെറ്റപ്പ് ആക്കിയേക്കുന്നതാണ് കൈമേലേക്ക് തെറിച്ച് വരാതിരിക്കാൻ. പിന്നെ ഫ്ലെയിം ഞാൻ നല്ലപോലെ തന്നെ ലോയിലാക്കി ഇട്ടിട്ടേക്കണം. പിന്നെ നമ്മുടെ നെയ്യോടെ അടുത്ത് തന്നെയുണ്ട്. ഇത് നമ്മൾ കാഷ്യൂ അതും വറുത്ത് പോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാം സെറ്റായി കഴിയുമ്പോൾ ഇടാനായിട്ട് ഞാൻ എന്താ ജീരകവും ഏലക്കായൊക്കെ പൊടിച്ചത് ഇരിപ്പുണ്ട്. അത് മസ്റ്റൊന്നും അല്ലാട്ടോ, നമ്മൾ ഇടണമെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച ഒരു പൗഡറാണിത്. അപ്പോൾ അത് ഞാൻ അവസാനം ഇറക്കി വയ്ക്കാറാകുമ്പോഴാണ് ആ പൊടിയും അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ ഇട്ട് സെറ്റാക്കുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയിട്ടില്ല, ഇനി ഉണ്ട് കുറച്ചും കൂടിയൊക്കെ ആവാൻ. നല്ല കട്ടയായിട്ട് വരണ്ടേ, കട്ടയായിട്ട് വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അവിടെ ഞാൻ അടപ്പത്ത് ചക്ക വേവാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ചക്ക വളർത്താനുള്ളത് വേവാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ പഴുപ്പിക്കാൻ വെക്കാമെന്നാണ്. കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഭംഗിയൊക്കെ തോന്നുന്നില്ലെങ്കിലും ചക്ക ഉഷാറിന് കേട്ടോ, നല്ല അടിപൊളിയാണ്.
നിറച്ച് ചുളയുണ്ട്. ഇങ്ങനെയൊക്കെ പൊന്തിട്ടാണൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഫുൾ ചുളയായിട്ട് നല്ല ചക്കയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇറക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാഷ്യൂ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇത് മാത്രം ചേർത്താൽ മതി. നമ്മളിപ്പോൾ എന്തായാലും ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തു ഇതും കൂടെ ഇട്ടേക്കാം. ഒന്നും കൂടെ സെറ്റ് ആവാനുണ്ട്. കുറച്ച് നേരം കൂടെ ഇപ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ നിന്നു. ഈ പയ്യെ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക അതിന്. അപ്പോൾ അതാ നമ്മുടെ ചക്ക ഹലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടിഫിനിലേക്ക് ഇതിനെ നീക്കാൻ പോകണം. ടിഫിനൊക്കെ നെയ്യൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇനി വേഗം ടിഫിനിലേക്ക് നീക്കട്ടെ. അതാ നമ്മുടെ ചക്ക ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിൽ ഇതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് തിന്നാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക ഒലത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇത് ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു ശകലം എരിവിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡി. നമുക്കിനി ചക്കയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചക്ക ഒലത്തിൽ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക ഒലത്തി നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ, കിട്ടി ചക്ക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചായയുടെ സമയത്ത്? ചക്ക ഒലത്തി ചായയും ചക്ക ഒലത്തിലും കൂടെ, ചായയും ചക്ക ഒലത്തിലും കൂടെ നല്ല കോമ്പിനേഷനാണ്. അത് നല്ല കട്ടൻ ചായയാണെങ്കിൽ സൂപ്പർ, പറയണ്ട. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും. ഇന്നത്തെ ദിവസം മൊത്തം ചക്ക ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ചക്ക ഉണ്ടാക്കി നമ്മൾ ചക്ക ഹലുവ ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ വെച്ചത് നല്ലപോലെ സെറ്റായി നെയ്യൊക്കെ മുകളിൽ നിന്ന് തെളിഞ്ഞ് കിടപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഇതിനൊന്ന് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് വെക്കണം. ഇവിടെ ഞാൻ അടുത്ത ഒരു ഐറ്റം റെഡിയാക്കണം. ഇത് നമ്മുടെ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ആപ്പിൾ ജ്യൂസ് അടിക്കാനായിട്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പാലൊഴിച്ചു, പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മളിനി ഒരു ആപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കാൻ പോവാം. എനിക്ക് ഈ BP കൂടിയ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഒരു ഫ്രൂട്ട് കഴിക്കണം മസ്റ്റായിട്ട്. പക്ഷെ എൻ്റെ റൂട്ട് കനാൽ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആപ്പിൾ കഴിക്കാനും കടിക്കാനൊക്കെ ഒത്തിരി പാടാണ് ഈ സൈഡ് വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ ചെയ്തേക്കണം. ഞാനടുത്ത് ഈ സൈഡ് വെച്ച് എത്ര കടിക്കുമ്പോഴും പല്ലുമ്പോൾ കുഴപ്പമില്ല. ഇന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചേക്കണം. എന്തായാലും ജ്യൂസ് അടിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കുടിക്കും. അപ്പോൾ അങ്ങനെ ഇത്തിരി അധികം എടുത്ത് അടിക്കാൻ വേണ്ടി റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടിച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി. ചേട്ടന് വേണ്ടി ഒഴിച്ചായിരുന്നു. ചേട്ടൻ കളി കഴിഞ്ഞ് വന്നതേ പെട്ടെന്ന് എടുത്ത് കുടിച്ചു. ഞാൻ മറന്നുപോയി അപ്പോഴേക്കും വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ 5 മോളുടെ മാത്രമേ ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളൂ. ചേട്ടൻ്റെ കൂടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ആപ്പിൾ ജ്യൂസ് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാം. അപ്പോൾ എനിക്കുള്ള ജ്യൂസ് ഞാൻ കുടിച്ചു നോക്കട്ടെ. ഇത് 5-നുള്ളതാണ്. സൂപ്പർ. നല്ല മധുരമുള്ള ആപ്പിളും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത പാലും ഒഴിച്ചു പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുടിക്കണമെങ്കിൽ പിന്നെ നമുക്ക് പല്ലിന് പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് റൂട്ട് കനാൽ ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആപ്പിളായിട്ട് കഴിക്കാം. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ സുഖമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറെ വീഡിയോയുമായി കാണാം. ബൈ ബൈ.